കണ്ണൂർ ഇരിക്കൂറാണ് ഇരിക്കൂർ കുട്ടാവ് കുളിഞ്ഞ എന്ന് പറയുന്ന സ്ഥലത്താണ് 1952 ജൂൺ 10 അന്നാണ് ജനിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആണ് പൊതുരംഗത്തേക്ക് ഇറങ്ങിയത്. അന്ന് 18-20 വയസ്സുള്ള സമയത്ത് തന്നെ രാഷ്ട്രീയ രംഗത്താണ് ഇറങ്ങിയത്. ABVP ആയിട്ടൊക്കെ സഹകരിച്ചിരുന്നു. ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആണ് ഇറങ്ങിയത്. ജനസംഘത്തിൻ്റെ മുഴുസമയ പ്രവർത്തകനായി കണ്ണൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് 3 സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു. കാസർഗോഡ് പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിലാണ് അടിയന്തരാവസ്ഥ. കാസർഗോഡ് ഞാൻ പോയത് ജൂൺ 15-നാണ്. ജൂൺ 25-ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് വളരെ കാസർഗോഡ്, പ്രത്യേകിച്ച് കാസർഗോഡ് താലൂക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സമരത്തിൽ പങ്കെടുത്ത സ്ഥലമാണ് കാസർഗോഡ്. RSSൻ്റെയും അതുപോലെ തന്നെ ജനസംഘത്തിൻ്റെയും പ്രവർത്തകർ ഏറെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച സ്ഥലം. അന്ന് അച്യുതരാമൻ എന്ന് പറയുന്ന ഒരു ASP ആയിരുന്നു അവിടെ. അച്യുതരാമൻ MGA രാമൻ DGP ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. കരുണാകരൻ്റെ വിശ്വസ്തനായിട്ടുള്ള DGP. ഏറ്റവും അധികം അതിക്രമങ്ങൾ, പോലീസ് അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള താലൂക്കാണ് കാസർഗോഡ് താലൂക്ക്. അറസ്റ്റ് ചെയ്തില്ല, കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് കാസർഗോഡ് സമരത്തിൽ പങ്കെടുത്ത, നേരത്തെ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ഒരു താലൂക്കിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഒരു സ്ഥലം കാസർഗോഡ് താലൂക്കാണ്. കാസർഗോഡ് താലൂക്ക് എന്ന് പറഞ്ഞാൽ RSSൻ്റെ ദൃഷ്ടിയിൽ അത് കർണാടകത്തിൻ്റെ ഭാഗമാണ്, കർണാടക പ്രാന്തിൻ്റെ ഭാഗമാണ്. ചന്ദ്രഗിരി പുഴക്കും ഇപ്പുറം മാത്രമേ കേരളത്തിൻ്റെ ചുമതലയുള്ളൂ. പക്ഷെ ജനസംഘത്തിൻ്റെ വർക്ക് എന്ന് കേരളത്തിൻ്റെ വർക്ക് തന്നെയാണ് കാസർഗോഡും ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ചുമതലയാണ്. ഒന്ന് കാസർഗോഡിൻ്റെ ചുമതലക്ക്, RSSൻ്റെ ചുമതലക്ക് കർണാടകക്കാരും ജനസംഘത്തിൻ്റെ ചുമതലയിൽ കേരളവും, അങ്ങനെയാണ് നോക്കിയിരുന്നത്. അപ്പോൾ കാസർഗോഡെയും കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പ്രദേശം എന്നുള്ള നിലക്ക് 2 സംസ്ഥാന നേതൃത്വവും ഇടയ്ക്കിടയ്ക്ക് കൂടിയാലോചനകളൊക്കെ നടത്തി അങ്ങനെയാണ് സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ സമരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോലീസ് അതിക്രമം നടത്തിയ താലൂക്കാണ്. പോലീസ് അതിക്രമം എന്ന് പറഞ്ഞാൽ അച്യുതരാമൻ നേരിട്ട് തന്നെ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ സർവീസ് കയറി കുറച്ച് സമയമായിട്ടുള്ളൂ. ആ സമയത്ത് വളരെ ചെറുപ്പം. കാസർഗോഡ് താലൂക്ക് എന്ന് പറഞ്ഞാൽ അടക്ക കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അടക്ക കർഷകരും ഏറ്റവും ഉള്ളത് കാസർഗോഡ്. കാസർഗോഡ് ബായാർ എന്ന് പറയുന്ന പ്രദേശം, ബായാർ പഞ്ചായത്ത്, അതുപോലെ തന്നെ പൈവിളിക, മീഞ്ച തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ പോലീസുകാർ ചെന്ന് അടക്ക ഉണക്കി ചാക്ക് കെട്ടി വിൽപ്പനയ്ക്ക് വെച്ച ഒരുപാട് ചാക്ക് അടക്കകൾ പുഴയിലേക്ക് എറിഞ്ഞിട്ടുണ്ട് ആ സമയത്ത്.
ഒരു 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 തുണിക്കട മൊത്തം, പൈവളിക പഞ്ചായത്തിലെ ഒരു തുണിക്കട മൊത്തം തീയിട്ട് നശിപ്പിച്ചിരുന്നു. തുണി സാധനങ്ങളൊക്കെ റോഡിൽ വലിച്ചെറിഞ്ഞ് ആ റോഡിലിട്ട് കത്തിച്ച ഒരു സംഭവം ഉണ്ടായി. അതൊക്കെ ഈ അച്യുതരാമനാണ് അതിന് നേതൃത്വം നൽകിയത്. അക്കാദമിക്ക് പിൻബലം ഇല്ലാതെ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നയാളാണ് ഞാൻ. അത് മാധ്യമപ്രവർത്തകനാകും എന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ നിന്ന സമയത്ത് അന്നത്തെ ജനസംഘത്തിൻ്റെ സ്റ്റേറ്റ് സംഘടനാ സെക്രട്ടറി ആയിരുന്ന പി നാരായൺ, അദ്ദേഹമാണ് ജന്മഭൂമിയുടെ തുടക്കത്തിൽ, ജന്മഭൂമി ആരംഭിക്കുന്നതിനുള്ള തുടക്കം കുറിച്ചത് 50 വർഷം മുമ്പേ. 10 രൂപയായിരുന്നു അതിൻ്റെ ഒരു ഷെയർ പിരിച്ചിരുന്നത്. അതിന് നേതൃത്വം നൽകിയത് പി നാരായൺ എന്ന് പറയുന്ന, നാരായൺജി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ജന്മഭൂമിയുടെ ചീഫ് എഡിറ്ററായിരുന്നു. ജന്മഭൂമി ആരംഭിച്ച സമയത്ത് സായാഹ്നപത്രമായിട്ട് തുടങ്ങിയതാണ്. 1975 ഏപ്രിൽ 28-നാണ് ജന്മഭൂമി ആരംഭിക്കുന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹം പിന്നീടാണ് ചീഫ് എഡിറ്ററായത്. അദ്ദേഹമാണ് എന്നോട് കുഞ്ഞിക്കണ്ണനായാൽ മതി ജന്മഭൂമിയുടെ കണ്ണൂർ ജില്ലയായിരുന്നു അന്ന്, കണ്ണൂർ ജില്ലയുടെ റിപ്പോർട്ടറായിട്ട് പ്രവർത്തിക്കണം എന്ന് നിർദ്ദേശിച്ചത്. അന്ന് തന്നെ ഒരു തലേ കൈയും വെച്ച് ഞാൻ പറഞ്ഞതാ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് സമ്മതിച്ചില്ല. അതൊക്കെ ശരിയാകും, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ കൈപ്പടയിൽ കത്തെഴുതി, ഇൻഫർമേഷൻ ഓഫീസർക്ക് കത്തെഴുതി, ഇന്നയാളാണ് ജന്മഭൂമിയുടെ ലേഖകനായിട്ട് വരുന്നത്, സഹായ സഹകരണങ്ങളും എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്ന് പറഞ്ഞ ഒരു കത്ത് നൽകിയത് അദ്ദേഹമാണ്. അത് കഴിഞ്ഞ് സായാഹ്നപത്രം അടിയന്തരാവസ്ഥ ജൂൺ 25-ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ഏതാണ്ട് 20-25 ദിവസം മാത്രമേ ജന്മഭൂമി ഇറങ്ങിയുള്ളൂ. ജന്മഭൂമി കേരളത്തിൽ തന്നെ മുദ്രവെച്ച് അടച്ചുപൂട്ടിയ ഒരേ ഒരു പത്രം ജന്മഭൂമിയാണ്. അത് കഴിഞ്ഞ് 77 ജനതാ പാർട്ടി തിരിച്ച് അധികാരത്തിൽ എത്തിയതിന് ശേഷമാണ് ജന്മഭൂമി സായാഹ്ന പത്രത്തിൽ നിന്ന് മാറി പ്രഭാത ദിനപത്രമായി പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. എറണാകുളത്ത് വെച്ചിട്ടാണ് തുടങ്ങിയത്. അതും ആ സമയത്തും തുടർന്നും ഞാൻ തന്നെ കണ്ണൂർ ജില്ലയുടെ കറസ്പോണ്ടൻ്റായി ചുമതലയേറ്റു. അത് കഴിഞ്ഞ് 80-ലാണ് എനിക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നത്. അന്ന് നയനാരായിരുന്നു മുഖ്യമന്ത്രി. അക്രഡിറ്റേഷൻ കിട്ടിയതിന് ശേഷം ആ സമയത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരുന്നു. യുവമോർച്ചയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയായും പിന്നെ സ്റ്റേറ്റ് പ്രസിഡൻ്റായും ചുമതലയേറ്റു. ആ സമയത്തും പത്രപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയിൽ വന്ന 2 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 1980-ൽ 82-ൽ പേരാവൂർ മണ്ഡലത്തിൽ നിന്നും
87 കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിലും മത്സരിച്ചു. ആ സമയത്ത് തന്നെ KG മാരാർ രാഷ്ട്രീയത്തിലെ ഗുരു എന്ന് തന്നെ പറയാം. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരാളെ വേണം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തേക്ക് വേണ്ടി എൻ്റെ പേരിങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ടേ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. തിരുവനന്തപുരത്ത് എന്തായാലും കണ്ണൂർ പറഞ്ഞതിനേക്കാളും ശക്തമായിട്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ള നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. എങ്കിലും അത് കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെ തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാന ലേഖനായി എന്നെ തന്നെ നിശ്ചയിച്ചു. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഞാനും ജയിച്ച P. ഭാസ്കരൻ ഒരേ ബസ്സിലാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. കണ്ണൂർ ഡീലക്സ് എന്ന് പറയുന്ന ബസ്. അന്ന് എനിക്ക് ഡീലക്സ് ബസ്സിലും എനിക്ക് യാത്രക്ക് സൗകര്യം ഉണ്ടായിരുന്നു. ഭാസ്കരേട്ടൻ വരുന്ന സമയത്ത് ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ട് കാശ് കൊടുത്തിട്ട് തന്നെയാണ് വന്നത്. ഞാൻ കാശ് കൊടുക്കാതെ ഡീലക്സ് ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷം BJPയുടെ ആദ്യത്തെ നിയമസഭാ മെമ്പർ കുഞ്ഞിക്കണ്ണൻ എന്നുള്ള പേരിൽ മനോരമയിലും മറ്റുമൊക്കെ വാർത്തയും വന്നു. മനോരമയും മംഗളം അടക്കമുള്ള പത്രങ്ങളിൽ അത് സംബന്ധിച്ച് വാർത്തയും വന്നു. ഇങ്ങനെ ആദ്യത്തെ നിയമസഭാ അംഗം എന്നും പറഞ്ഞ് വാർത്തയൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നായനാർ അതിന് മുമ്പ് തന്നെ പരിചയമുണ്ട്. 75 തന്നെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ ബൈ ഇലക്ഷനിലാണ് EK നായനാർ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. അവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് തന്നെ സഹാക്കന്മാരെ എന്നെ പരിചയപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഇന്നയാളുടെ മകനാണ്, പക്ഷെ ഇവൻ രാഷ്ട്രീയം വേറെയാണ്, ജനസംഘത്തിൻ്റെ മുഴുസമയ പ്രവർത്തകനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. നായനാർ അന്ന് വളരെ തമാശാപൂർവ്വം തന്നെ അതിനെന്താ അങ്ങനെ പുതിയ പാർട്ടികൾ വരട്ടെ എന്നുള്ള രീതിയിൽ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ കാണുമ്പോഴൊക്കെ എന്നെ കണ്ടില്ലെങ്കിൽ ചോദിക്കും, എൻ്റെ നാട്ടുകാരൻ ഇവിടെ പോയി എന്ന് ചോദിക്കുന്നൊരു അനുഭവം ഉണ്ടായി. എല്ലാ പത്രസമ്മേളനങ്ങളും എൻ്റെ സാന്നിധ്യം, ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ജന്മഭൂമിക്ക്. എല്ലാ പത്രസമ്മേളനങ്ങളിലും പതിപോലെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. നായനാർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനുപരിയായിട്ടുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നൊരു വ്യക്തിത്വമാണ്. ആ സമയത്തെ മാർക്സിസ്റ്റ് RS സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു. ജനസംഘത്തിൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും രാജേട്ടൻ, O. രാജഗോപാൽ, അതുപോലെ തന്നെ KG മാരാർ, PP മുകുന്ദൻ തുടങ്ങിയവരുടെ എല്ലാം ഒരുമിച്ച് ഞാനും പോകാറുണ്ടായിരുന്നു. അപ്പോൾ നായനാർ സ്വാഭാവികമായിട്ടും തമാശക്കാണെങ്കിലും പറയായിരുന്നു, ഇവനെ എന്തിനാണ് കൊണ്ടുവന്നത്, ഇവനൊന്നും വിശ്വസിച്ചുകൂടാ, ഒരു പത്രക്കാരനാണ്, എത്രയായാലും എപ്പോഴായാലും നമ്മൾ നടത്തുന്ന ചർച്ചകളൊക്കെ പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് സംസാരിക്കുകയായിരുന്നു. എങ്കിലും അദ്ദേഹം വാത്സല്യപൂർവ്വം തന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്ന ഒരു അനുഭവം, അത് നായനാരിൽ മാത്രം കാണപ്പെട്ടൊരു അനുഭവമാണ്. പാർട്ടി പ്രവർത്തനത്തിൽ മാത്രമല്ല, അതുപോലെ തന്നെ ദേശാഭിമാനിയുടെ പ്രവർത്തനത്തിലും അദ്ദേഹം ആ രീതിയിൽ തന്നെ സൗഹൃദം പുലർത്തിയിരുന്നു. ദേശാഭിമാനിയുടെ വരിക്കാരനായി K. കരുണാകരനെ ചേർക്കാൻ വേണ്ടി നായനാർ നേരിട്ട് തന്നെ പോവുകയുണ്ടായി.
അതുപോലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവസാനം വരെ ആശുപത്രി കിടക്കുന്നത് വരെ ആ ബന്ധം അങ്ങനെ നിലനിന്നു. ഞാനും VP മോഹനനും 89 90 തോന്നുന്നു ഒരു ദിവസം ക്ലിഫ് ഹൗസിൽ പോയി നാനാരുമായിട്ട് കണ്ണൂരിലെ ആ സംഘർഷം ഒഴിവാക്കുന്നതിൻ്റെ ചർച്ചയുടെ തുടർ നടപടികൾ എന്നുള്ള നിലക്ക് അദ്ദേഹം പോയ സമയത്ത് പി ശശി ഇന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി ഉണ്ടായിരുന്നു. അന്ന് നായനാർ പറഞ്ഞത് ഞാൻ പലതവണ എഴുതിയിട്ടുണ്ടത് ഒരു കാര്യം ഇപ്പോഴും ഓർമ്മിപ്പിക്കാൻ പറ്റിയൊരു സന്ദർഭമാണെന്ന് എനിക്ക് തോന്നുന്നു. എം വി ഗോവിന്ദൻ അന്ന് ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. പിണറായിയൊക്കെ പാർട്ടിയുടെ സെക്രട്ടറി ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് നായനാർ പറഞ്ഞ് കഴിഞ്ഞ തവണയെ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞതാണ്, ഗോവിന്ദനോട് ആയിട്ട് സംസാരിച്ചാൽ മതി, ഗോവിന്ദനോട് പറഞ്ഞാൽ മാത്രമേ കാര്യം നടക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഗോവിന്ദൻ്റെ കാര്യം അന്ന് മുതലേ പറയണ്ടായി. എന്നുവെച്ചാൽ ഗോവിന്ദൻ മാഷ് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി, നായനാർക്ക് ഇഷ്ടമുള്ള നായനാരുടെ ഗുഡ് ബുക്കിലുള്ള ഒരു വ്യക്തിയായിരുന്നു എം വി ഗോവിന്ദൻ. പാർട്ടി പ്രവർത്തനത്തിലും വളരെ ചെറുപ്പം, കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പാണ്. ആ ഒരു അനുഭവം മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ജോലിയിൽ ഈ വക ബന്ധങ്ങളും അതുപോലെ തന്നെ സൗഹൃദങ്ങളൊന്നും ഒരിക്കലും നിഴലിച്ചിട്ടില്ല. ഈ ഗോവിന്ദ മാഷെ കുറിച്ച് നായനാർ പറഞ്ഞതൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കൗതുക വാർത്ത എന്നുള്ള നിലക്ക് അല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു സ്വാധീനത്തിൻ്റെ പിൻബലവും അതിനൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഈ അടിയന്തരാവസ്ഥ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അടിയന്തരാവസ്ഥയിലൊരു അനുഭവം ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അതിൻ്റെ 50 വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. 25 ഏപ്രിൽ 75 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇപ്പം ജൂൺ ആകുമ്പോഴേക്കും 50 വർഷം തികയാണ്. ആ 50 വർഷം തികയുന്ന സമയത്ത് ആണ് എനിക്ക് അടിയന്തരാവസ്ഥ കാലത്തെ ഒരു രാത്രിയത്തെ അനുഭവം എനിക്ക് ഓർമ്മ വരുന്നു. കാസർഗോഡ് താലൂക്കിൽ മഞ്ചേശ്വരം മഞ്ചേശ്വരം മീഞ്ച എന്ന് പറയുന്ന പഞ്ചായത്തുണ്ട്. കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ്. അതിൽ സ്വർഗ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അടിയന്തരാവസ്ഥയിൽ കർണാടകത്തിലെ ചില നേതാക്കന്മാർ അവിടെ ഒരു ബൈഠക്ക് ഒരു മീറ്റിംഗ് നിശ്ചയിച്ചു. ഒരു വീട്ടിൽ മീഞ്ച പഞ്ചായത്തിലെ സ്വർഗ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ബസ്സൊന്നുമില്ല, നടന്നു പോകണം. 6-7 കിലോമീറ്റർ നടന്ന് ബസ് ഇറങ്ങി നടന്ന് പോയാൽ മാത്രമേ അവിടെ എത്താൻ പറ്റൂ. നടന്നത് കൂട്ടായിട്ട് നടന്നു പോകാൻ പറ്റത്തില്ല. ഒരാളെ കാണത്തക്ക രീതിയിൽ അങ്ങനെ 6-7 പേരൊരുമിച്ചാണ് ഞങ്ങൾ പോയത്. എല്ലാം കർണാടകക്കാരാണ്. കുട്ടപ്പ കാറന്ത് അതിലൊരാളാണ്. കാനത്തൂർ ഗോപാലകൃഷ്ണ ഭട്ട്, അതുപോലെ തന്നെ പേരോർമ്മയില്ല പലരും. 50 വർഷത്തെ പഴയ കാര്യമാണ്. പോയി ഒരു വീട്ടിലാണ് ഇരിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ മീറ്റിംഗ് ആരംഭിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മൊത്തം മലമ്പ്രദേശമാണ്. മറ്റൊരു മലയിൽ കൂടി ഒരു ജീപ്പ് വരുന്നു. ഇത് രാത്രിയാണ് സംഭവം.
ജീപ്പ് വരുന്നത് കണ്ടപ്പോൾ സംശയമായി. പോലീസ് അല്ലാതെ വേറെ ആരും ആ വഴിക്ക് ആ സമയത്ത് വരാനില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പൊതുവായ സങ്കല്പം. ആ ജീപ്പ് വന്നു. ജീപ്പ് കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ എല്ലാവരോടും മല കയറാൻ വേണ്ടി പറഞ്ഞു. അത് ജനുവരി അവസാന ആഴ്ചയാണ്. മല കയറി കുരുമുളക് തോട്ടവും അതുപോലെ തന്നെ റബ്ബറിൻ്റെ തോട്ടവും ഒക്കെയുള്ള പ്രദേശമാണ്. അടുത്തൊന്നും വീടില്ല. എല്ലാവരും ഓരോ റബ്ബർ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നും ഇരുന്നും ഒക്കെ ഉറങ്ങി. അത് കഴിഞ്ഞൊരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വിളി വരുന്നത്. ഇങ്ങനെ വന്നത് പോലീസല്ല, ബി ഗണപതി ഭട്ട് എന്ന് പറയുന്ന ആ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ഒരാളാണ് വന്നത് എന്നറിയുന്നത് പിന്നീടാണ്. വളരെ നേരത്ത് തണുപ്പ് കൊണ്ട് പടയുന്ന സമയത്താണ് എല്ലാ ആൾക്കാരും ഇറങ്ങി വന്ന് പിന്നെ ആ മീറ്റിംഗ് തുടർന്നു. അതൊരു അനുഭവമാണ്. ഒരു സ്വർഗത്തിലൊരു രാത്രി എന്ന് പറയാം. സ്വർഗ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാത്രി തണുപ്പത്ത്, അതും കർണാടകവുമായി ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തിൽ പെട്ട സ്വർഗ, അതൊരു അനുഭവമാണ്. പോലീസ് ഒരു തവണ പിടിക്കുന്നുണ്ട് ഞങ്ങളെ. ഒരു 3 പേരെ പിടിച്ചു. കർണാടകത്തിലെ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സമരം ആരംഭിച്ച സമയത്ത് ഈ സമരം ചെയ്യുന്ന പ്രവർത്തകന്മാരെ ജയിലിലിടാൻ സ്ഥലമില്ല. ചെറിയ ജയിലാണ്, താലൂക്ക് ജയിലാണ്. ആ ജയിലിലെ സ്ഥലം തികഞ്ഞ സമയത്ത് പോലീസ് ഒരു തന്ത്രം പ്രയോഗിച്ചു. അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രവർത്തകന്മാരെ കിലോമീറ്റർ അകലെ കൊണ്ടുപോയി രാത്രി തുറന്നു വിടുക. അങ്ങനെ തുറന്നു വിടുന്ന പ്രവർത്തകന്മാർ ഭക്ഷണമില്ല, കിടക്കാൻ സ്ഥലമില്ല, അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് തിരിച്ചെത്തുക എന്നുള്ളൊരു, അത് പിറ്റേ ദിവസമാണത് സംഭവിക്കുന്നത്. 2-3 ടീമിനെ അങ്ങനെ വിട്ട സമയത്ത് അത് ഞങ്ങൾ കാസർഗോഡുള്ള പ്രവർത്തകന്മാരാണ്. കാസർഗോഡുള്ള പ്രവർത്തകന്മാർ കാസർഗോഡ് താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബദിയെടുക്ക തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവിട്ട പ്രവർത്തകന്മാരെ ഈ രാത്രികാലങ്ങളിലാണ് പോലീസ് വണ്ടി, വലിയ ബസ്സാണ്, ബസ്സിൽ കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. അവരെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങളൊരു 3 പേര് ജീപ്പിൽ പുറപ്പെട്ടു. ജീപ്പിൽ പുറപ്പെട്ട സമയത്ത് പോലീസ് പിടിച്ചു. ഇങ്ങനെ 2-3 തവണ പോയി ഞങ്ങളിങ്ങനെ പ്രവർത്തകന്മാരെ രക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്ന് അറിഞ്ഞ പോലീസ് വഴിയിൽ കാത്തിരുന്ന് ഞങ്ങളുടെ വണ്ടിയെ തടഞ്ഞു നിർത്തി 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ ASP അച്യുതരാമനുണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ കണ്ണൂർക്കാരൻ ഒരു കൃഷ്ണൻ നായരാണ്, PV കൃഷ്ണൻ നായർ, PV രാമചന്ദ്രൻ്റെ അളിയനല്ല, ഭാര്യയുടെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ്. PV രാമചന്ദ്രൻ കണ്ണൂരിലെ ജനസംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ PV രാമചന്ദ്രൻ നേരത്തെ തന്നെ കൃഷ്ണൻ നായരോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ കണ്ണൂരിൽ നിന്നുള്ളൊരു കുഞ്ഞിക്കണ്ണനുണ്ട് കാസർഗോഡ്, അതുകൊണ്ട് എന്നെ നേരത്തെ കൃഷ്ണൻ നായർക്ക് അറിയാമോ. കൃഷ്ണൻ നായർ
പിടിച്ച് ASPയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. കാസർഗോഡ് വിദ്യാനഗറിലായിരുന്നു ASPയുടെ ഓഫീസ്. ASPയുടെ ഓഫീസ് കൊണ്ടുവന്ന് 2 പേരെ നന്നായിട്ട് അടിച്ചു. ASP നേരിട്ടാണ് അടിച്ചത്. എന്നെ അടിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് കൃഷ്ണൻ നായർ പറഞ്ഞു, അവനോട് ഞാൻ ചോദിക്കാം സാർ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ ചോദിക്കുന്നു പറഞ്ഞിട്ട് എന്നെ വിട്ടു. അതുകൊണ്ട് കൃഷ്ണൻ നായരിൽ നിന്ന് അടി എനിക്ക് കൊള്ളേണ്ടി വന്നില്ല. അച്യുതരാമനും എന്നെ അടിച്ചില്ല. മറ്റു 2 പേരെയും നന്നായി അടിച്ചു. അതൊരു സംഭവം. അത് അടിയൊക്കെ കഴിഞ്ഞ് അർദ്ധരാത്രിയോടുകൂടി കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ടു. പോലീസ് സ്റ്റേഷനിൽ വിട്ട സമയത്ത് പോലീസ് സ്റ്റേഷനിലും എൻ്റെ ഒരു നാട്ടുകാർക്ക് ഇരിക്കൂറിൽ മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിക്കൂറിലൊരു CPMൻ്റെ നേതാവുണ്ടായിരുന്നു. ആ CPM നേതാവിൻ്റെ അളിയൻ, അയാളുടെ പേരും കുഞ്ഞിക്കണ്ണനാണ്. എൻ്റെ അതേ പേരിലുള്ള ഒരു പോലീസുകാരൻ. ആ പോലീസുകാരനും എൻ്റെ അടുത്ത് വന്ന് ഉപദേശിക്കാൻ തുടങ്ങി. ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോലീസിൻ്റെ മർദ്ദനം സഹിക്കേണ്ട സാഹചര്യമുണ്ടോ, നാട്ടിൽ നിന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം കണ്ണൂരുള്ള കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ളൊരു ബാലകൃഷ്ണനായിരുന്നു അവിടുത്തെ SI, കാസർഗോഡ് SI. കൊയിലാണ്ടി ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പോലീസുകാരൻ്റെ കിടക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് എനിക്ക് കിടക്കാൻ തന്നത്. അപ്പോൾ ഇടയ്ക്ക് വരുന്ന പോലീസുകാരൊക്കെ കമൻറ്റ് പാസ്സാക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലും കിടക്കുകയൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കലൊക്കെ, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കോടതിയിൽ നിന്നും കൊണ്ടുപോയില്ല, പോലീസ് വിട്ടു. അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥയിലുണ്ടായ ഒരു പത്രിക ഇറക്കിയിരുന്നു. കുരുക്ഷേത്ര എന്നാണ് അതിൻ്റെ പേര്. കുരുക്ഷേത്ര കേരളത്തിലെ മൊത്തം അടിയന്തരാവസ്ഥയുടെ വാർത്തകൾ, സമരത്തിൻ്റെ ചരിത്രങ്ങൾ, പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ അച്ചടിച്ചുകൊണ്ടിരുന്നത്, പത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് കുരുക്ഷേത്ര വഴിയാണ്. മറ്റു പത്രങ്ങളൊന്നും അടിയന്തരാവസ്ഥയിൽ സെൻസർ കഴിഞ്ഞ് വരുന്ന വാർത്തകൾ മാത്രമേ വരാറുള്ളൂ. സെൻസർ ഇല്ലാതെ വാർത്തകൾ വന്നുകൊണ്ടിരുന്ന കുരുക്ഷേത്ര അച്ചടിച്ചുകൊണ്ടിരുന്നത് കാസർഗോഡ് വെച്ചിട്ടാണ്. കാസർഗോഡ് ഒരു മാരുതി പ്രിൻറ്റേഴ്സ്, അതിപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് പേര് പറയുന്നത്, മാരുതി പ്രിൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് അടിച്ചുകൊണ്ടിരുന്നത്. അണ്ടർഗ്രൗണ്ട് പ്രസിദ്ധീകരണം. അത് പിന്നെ തപാലായിട്ടും അതുപോലെ തന്നെ കൈമാറി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ആഴ്ചക്ക് 2 ആഴ്ചക്ക് ഒരിക്കൽ ഈ കുരുക്ഷേത്ര AKGയുടെ പ്രസംഗങ്ങളൊക്കെ അന്ന് അച്ചടിച്ചു വന്നത് കുരുക്ഷേത്രയിലാണ്. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം കുരുക്ഷേത്ര അച്ചടിച്ചു കൊണ്ടിരുന്നത്. പിന്നെ അത് അച്ചടിയുടെ ചുമതല RSSൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സംഘടനാ ചുമതലയിൽപ്പെട്ടതല്ല കാസർഗോഡ് RSSുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ഞാൻ മുഖാന്തരമാണ്. അതുകൊണ്ട് എന്നെയാണ് അച്ചടിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ പ്രൂഫ് നോക്കാറ്, അച്ചടിച്ച് പ്രസ്സിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത് ഒക്കെ ഞാനായിരുന്നു. ഞാനവിടെ സ്കൂൾ അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. അവിടെ ഒരു അജന്ത സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയിൽ തൃശ്ശൂർ സ്വദേശി രാമൻ
രാമേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. രാമേട്ടൻ്റെ സ്റ്റുഡിയോയിൽ മിക്കവാറും ഞാനുണ്ടാവും. അവിടെ രാമേട്ടൻ എല്ലാ ആൾക്കാരെയും പരിചയപ്പെടുത്താറുണ്ട്. മുടിയാർ ഭാഗത്ത് ഒരു സ്കൂളിൻ്റെ പേരും പറഞ്ഞ അവിടുത്തെ അധ്യാപകനാണെന്നുള്ള രീതിയിൽ ആണവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. രാമേട്ടൻ്റെ വീട്ടിൽ രാമേട്ടൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത്. രാമേട്ടൻ അന്ന് ആ കല്യാണം കഴിച്ചിട്ടില്ല, പിന്നീട് കല്യാണം കഴിഞ്ഞു. കോഴിക്കോട് ഒരു സംഘത്തിൻ്റെ ഒരു പ്രവർത്തകയായിട്ടുള്ളൊരു വനിതയാണ് കല്യാണം കഴിച്ചത്. കല്യാണത്തിന് മുമ്പേ രാമേട്ടൻ്റെ ഒന്നിച്ചാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ആ രാമേട്ടൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് തന്നെ അടിയന്തരാവസ്ഥ നടക്കുമ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. അവിടെ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വന്നു ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് വന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് താമസിപ്പിച്ചത് പൈവളിക പഞ്ചായത്തിലെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു നാരായണൻ നായിക്കിൻ്റെ വീട്ടിലാണ്. ഹോട്ടലുകളിലൊന്നും ഒന്നും ഭക്ഷണം കഴിക്കാറില്ല. വീടുകളിൽ നിന്നും അതുപോലെ തന്നെ കടകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചാണ് ആ സമയത്തൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കാസർഗോഡ് മിക്കവാറും RSൻ്റെ വീടുകളിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്താണ് എനിക്കൊരു ജ്യേഷ്ഠനായിരുന്നു, ജ്യേഷ്ഠൻ മരിക്കുന്നത്. ആ സമയത്ത് വരാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദുഷ്കരമായൊരു അനുഭവം തന്നെയായിരുന്നു ആ സമയത്തൊക്കെ, ഒളിവ് ജീവിതം മുഴുവൻ. അത് കഴിഞ്ഞിട്ടാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടാണ് അടിയന്തരാവസ്ഥക്ക് ജന്മഭൂമി സഹകരണപത്രം നിർത്തി. ആ സമയത്ത് ജനസംഘത്തിൻ്റെ വർക്ക് തുടങ്ങി. അത് കഴിഞ്ഞ് ജനതാ പാർട്ടി രൂപം കൊണ്ടപ്പോൾ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ മുഴുകി. ആ സമയത്ത് തന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ ജനതാ പാർട്ടിയുടെ രൂപീകരണം. ജനതാ പാർട്ടി രൂപീകരിച്ച സമയത്ത് ഞാൻ കണ്ണൂരിലേക്ക് വന്നു. കണ്ണൂരിൽ നിന്നാണ് ജനസംഘത്തിൻ്റെ മോർണിംഗ് ഡെയിലി പ്രവർത്തനം തുടങ്ങിയത്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അക്കാദമിക് പരിചയമോ ഒരു ട്രെയിനിങ്ങോ ഒരു പരിശീലനമോ ഒന്നുമില്ലാതെ വെറും കൈയോടെ തുടങ്ങിയതാണ് എല്ലാം. ആ സമയത്ത് തന്നെ നാരായൺജി, ചീഫ് എഡിറ്ററായിരുന്ന നാരായൺജി പറഞ്ഞിരുന്നു, അതൊക്കെ ഞാൻ ശരിയായിക്കോളാം എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണയും പിന്തുണയും പ്രോത്സാഹനവും ഒന്നുകൊണ്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് എന്നെ കൊന്നാലും ഞാൻ പോകില്ല എന്ന് പറഞ്ഞ എന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് ആ തിരുവനന്തപുരത്തേക്ക് വന്ന സമയത്ത് എനിക്ക് ആദ്യം 750 രൂപയാണ് ശമ്പളം തന്നുകൊണ്ടിരുന്നത്. 750 രൂപയ്ക്ക് ഞാൻ 400 രൂപ കൊടുത്തിട്ട് വീട് വാടകയ്ക്ക് എടുത്ത് ബാക്കി കാശ് കൊണ്ടാണ് ജീവിതം ഒക്കെ. ആ സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞു. 82 കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഫാമിലിയായിട്ട് തിരുവനന്തപുരത്ത് വന്ന് 400 രൂപ നൽകിയ വാടകയ്ക്ക് താമസിച്ച് ബാക്കി കാശ് കൊണ്ട് മറ്റു ചിലവുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ്. തിരുവനന്തപുരത്ത് വന്നിട്ട് 87 വന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് ഭാര്യാസമേതം താമസം തുടങ്ങി. 90-ലാണ് ഞാൻ 90-ലേക്ക് പിന്നെ
ആദ്യം കൈതമുക്കിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കൈതമുക്കിൽ നിന്ന് നേരെ പുളിമൂട് താമസം തുടങ്ങി. 90-ൽ പുളിമൂട് താമസം തുടങ്ങിയ സമയത്താണ് ഞാനത് ഇത് എഴുതിയിട്ടുണ്ട്. അത് കർമ്മ ന്യൂസ് അത് ഒരു വാർത്തയാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു. നരേന്ദ്രമോദി അന്ന് PP മുകുന്ദൻ സംഘടന സെക്രട്ടറിയായി ചുമതലയേറ്റ് കുറച്ച് ആയിട്ടേ ഉള്ളൂ. 89-ലാണ് PP മുകുന്ദൻ ജനസംഘത്തിൻ്റെ സംഘടന സെക്രട്ടറി ആവുന്നത്. അപ്പോൾ മൂന്നേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ സമയത്ത് കുറച്ചു കാലം എറണാകുളത്ത് ജന്മഭൂമിയുടെ ചുമതല ആയിട്ട് അവിടെ കുറച്ചു കാലം വർക്ക് ചെയ്യുന്നു. ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. മൂന്നേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിക്കണ്ണൻ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഒരാളുണ്ട്. ഗുജറാത്തുകാരനാണ്, നരേന്ദ്രമോദി എന്നാണ് പേര്. ആ പേര് തന്നെ കേൾക്കുന്നത് ഞാൻ ആദ്യമാണ്. നരേന്ദ്രമോദി എന്നുള്ള പേര് ഉച്ചക്ക് 1 മണിക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരും എന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ നരേന്ദ്രമോദി വന്നു. രാജേട്ടനുണ്ടായിരുന്നു. O. രാജഗോപാലൻ ഒരുമിച്ചാണ് വീട്ടിൽ വന്നത്. ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഭക്ഷണം കഴിക്കാനുണ്ടാവും. ഭാര്യയ്ക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഭാഷ അറിയില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതേ അവസ്ഥയാണ് എനിക്ക്. ഗുജറാത്ത് ഭാഷ എന്താ എന്ന് പോലും ഹിന്ദിയും വലിയ വശമില്ല. രണ്ടുപേരും വന്നു. ഭക്ഷണത്തിന് പുറമെ, സാധാരണ നമ്മളെ ഭക്ഷണത്തിന് പുറമെ ചപ്പാത്തി ഉണ്ടാക്കി. ഭാര്യ തന്നെ ഉണ്ടാക്കി. ചപ്പാത്തി, അതുപോലെ തന്നെ ചോറ്, സാമ്പാർ, അവിയൽ തുടങ്ങി കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. രാജേട്ടനും നരേന്ദ്രമോദി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നാരായൺജിയെ രാജേട്ടൻ എന്നെ കൂടുതൽ പരിചയപ്പെടുത്തുന്ന ആളാണ്. ഇന്ന സ്ഥലത്ത് പേരാവൂരിലും കണ്ണൂരിലും മത്സരിച്ചിട്ടുണ്ട്. യുവമോർച്ചയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. സ്റ്റേറ്റ് പ്രസിഡൻ്റായി. അത് കഴിഞ്ഞിട്ട് 84-ൽ ഞങ്ങളൊരു യുവമോർച്ചയുടെ ഒരു റാലി ഉണ്ടായിരുന്നു. അത് കണ്ണൂരിലാണ്. BJPയുടെ ഒരു റാലി ആയിട്ട് തന്നെ നടത്തിയതാണ്. യുവമോർച്ചയുടെ റാലിയാണെങ്കിലും BJPയുടെ പ്രവർത്തകന്മാരെല്ലാം പങ്കെടുത്ത ഒരു വലിയ പരിപാടി. അത് വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം പോയി. പിന്നെ ഈ നരേന്ദ്രമോദി അവിടെ തിരുവനന്തപുരത്ത് വരാൻ കാര്യം, മുരളി മനോഹർ ജോഷിയുടെ യാത്ര അതിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു നരേന്ദ്രമോദി. ആ സമയത്ത് ഒരു 40-45 വയസ്സ് അന്നുണ്ടായിരുന്നു. ഒരു ഏതാണ്ട് എൻ്റെ പ്രായം, എന്നെക്കാളും 2-3 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ അദ്ദേഹം പോയി. കാശ്മീരിൽ ശ്രീനഗറിൽ പോയി. ജനുവരി 26-ന് പതാക ഉയർത്തി. അതിനുശേഷമാണ് പുതിയ ചുമതലയിലേക്ക് വരുന്നത്. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയി വരുന്നത്. അങ്ങനെ പുതിയ ഘട്ടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വളർച്ച തുടങ്ങി. പിന്നെ എനിക്ക് ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ യുവമോർച്ച ചുമതല ഒഴിഞ്ഞ് മുഴു സമയ മാധ്യമപ്രവർത്തനം തന്നെ തുടർന്നു. 4 പാർട്ടികൾ, ജനസംഘം, സംഘടനാ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടി, സ്വതന്ത്ര പാർട്ടി, 4 പാർട്ടികൾ ആണ് മുഖ്യമായിട്ടും ഉണ്ടായിരുന്നത്. 4 പാർട്ടികളും യോജിച്ച് ജനതാ പാർട്ടി
ഉണ്ടായി. ജനതാ പാർട്ടിയുടെ സ്വാധീനം സംഘടനാ കോൺഗ്രസ് കേരളത്തിൽ ഒരു വക MLA-മാരൊക്കെ ഉള്ള ഒരു പാർട്ടിയായിരുന്നു. ആ ജനതാ പാർട്ടിക്ക് ആ സമയത്ത് MLA-മാരുണ്ടായിരുന്നു സംഘടനാ കോൺഗ്രസ്. പക്ഷെ ജനസംഘക്കാർ മാത്രം ആ സമയത്ത് ജയിച്ചില്ല എന്നുള്ളൊരു ഒരു ഒരു വിചിത്രമായൊരു സംഭവം ഇന്നും ആ ഒരു അനുഭവം തുടരുന്നത്. ഇപ്പം പാർലമെൻറ്റിലേക്ക് ഒരു അംഗം ഉണ്ട് എന്നതൊഴിച്ചാൽ, രാജേട്ടൻ നിയമത്തിൽ നിന്ന് ജയിച്ചു എന്നുള്ളൊരു അപവാദം ഒഴിച്ചാൽ, ജനസംഘത്തിൻ്റെ ആൾക്കാർ നിയമസഭയിൽ എത്തിയില്ല എന്നുള്ളൊരു അപവാദം എന്ന് തന്നെ പറയാം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി അത് മാറുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. BJP-യിൽ വന്നതിന് ശേഷം ജന്മഭൂമിയുടെ എഡിറ്റർമാർ ഒരുപാട് മാറി മാറി വന്നിട്ടുണ്ട്. VM ഗോറാത്ത് മാതൃഭൂമിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്നു. അദ്ദേഹം ജന്മഭൂമിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് വന്നു. അത് കഴിഞ്ഞ് പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ അദ്ദേഹം ചീഫ് എഡിറ്ററായിരുന്നു. അതുപോലെ തന്നെ മനോരമയിലുണ്ടായിരുന്ന രാമചന്ദ്രൻ ചീഫ് എഡിറ്ററായിരുന്നു. ഇപ്പോൾ ഗവർണറുടെ സ്റ്റാഫിലുണ്ടായിരുന്ന ഹരിയസ് കർത്ത ചീഫ് എഡിറ്ററായിരുന്നു. മാതൃഭൂമിയിൽ നിന്ന് തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള അരുൺകുമാർ ചീഫ് എഡിറ്ററായിരുന്നു. ഇപ്പം KNR നമ്പൂതിരി എഡിറ്റർ ആയി ചുമതല വഹിക്കുന്നു. KVS ഹരിദാസ് എഡിറ്ററായിരുന്നു. ഇത്രയും ആൾക്കാരൊക്കെ മാറി മാറി ചുമതലകൾ മാറി ആൾക്കാർ മാറി 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 വന്നെങ്കിലും തുടക്കം മുതൽ ജന്മഭൂമിയിലുള്ള ഒരേ ഒരാളുണ്ട്, അത് ഞാനാണ്. ഞാൻ ജന്മഭൂമിയുടെ 10 രൂപ ഷെയർ കൊടുത്ത് ജന്മഭൂമിയിൽ ചേർന്നത് മുതൽ ഇന്ന് വരെ 50 വർഷമായി ജന്മഭൂമിയിൽ തുടരുന്ന ഒരേ ഒരാൾ അത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ട്. റെക്കോർഡാണ്. വേറെ ആരും ഇല്ല എന്നുള്ളതാണ് ആ ഒരു സത്യം. മാരാർജിയുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു നേതാവ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നേതാവിൻ്റെ ഒരു ജാള്യതയും അല്ല ഒരു നാട്യവും ഇല്ലാതെ തനി സാധാരണക്കാരനായിട്ട് പ്രവർത്തിച്ച ഒരു നേതാവാണ് അദ്ദേഹം. പ്രവർത്തകന്മാരുമായിട്ട് ഇടപഴകി പ്രവർത്തകന്മാരായി ഒന്നുപോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതം. അത് വലിപ്പ ചെറുപ്പമൊന്നും നോക്കാതെ ഇണങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതം. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. KG മാരാർ ഒരു സ്നേഹസാഗരം എന്ന് പറഞ്ഞൊരു പുസ്തകം, അതുപോലെ തന്നെ മനുഷ്യപ്പറ്റ് ഉള്ള നേതാവ് എന്നുള്ള മറ്റൊരു പുസ്തകം. 2 പുസ്തകം ഞാൻ മാരാർജിയെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തകന്മാരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള പ്രവർത്തകരുമായി ഏറെ വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് മാധ്യമപ്രവർത്തകർ ദൂരദർശൻ അല്ല, അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ 84 ശേഷം ദൂരദർശൻ വന്നെങ്കിലും മറ്റ് ചാനലുകളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വന്നത്. 10-30 വർഷമായിട്ടുള്ളൂ ഏഷ്യാനെറ്റ് വന്നിട്ട്. ആ ദൃശ്യമാധ്യമങ്ങൾ വരുന്നതിന് മുമ്പേ പത്രപ്രവർത്തകരുമായിട്ട് ഏറ്റവും ഇടപഴകിയ ഒരു നേതാവായിരുന്നു KG മാർ. അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചപ്പോഴത് കണ്ടതാണ്. മരിച്ചപ്പോൾ എറണാകുളം ആശുപത്രിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്.
എറണാകുളത്തുനിന്ന് മുതൽ കണ്ണൂർ വരെയുള്ള യാത്രയിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ മൃതദേഹം കാണാൻ ഒരു നോക്ക് കണ്ട് തൊട്ടു നോക്കി നമസ്കരിച്ച് പോകാനും തിങ്ങിക്കൂടിയ ഒരു മുഹൂർത്തം. ആ സമയത്ത് ഞാൻ എറണാകുളത്താണുള്ളത്. അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയുടെ മാനേജിങ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചു ഇടക്കാലത്ത്. പി മുകുന്ദൻ MD ആകുന്നതിന് മുമ്പേ അദ്ദേഹം MD ആയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ള സമരം അദ്ദേഹം ജയിലിൽ അടിയന്തരാവസ്ഥയിൽ മിശ്രപ്രകാരം ജയിലായിരുന്നു. ജയിലിൽ കിടക്കുന്ന സമയത്ത് ഈ നാരായൺജി എന്ന് പറയുന്ന അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പുറത്തു വരാൻ കിട്ടിയത് കേസിൻ്റെ വിചാരണ സമയത്താണ്. കേസ് എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റ് തകർക്കുക എന്ന് പറയുന്നൊരു സമരം നടത്തിയിരുന്നു മഞ്ചേശ്വരം മണ്ഡലത്തിൽ. ചെക്ക് പോസ്റ്റ് തകർക്കുക എന്ന് വെച്ചാൽ ഏകപക്ഷ മേഖല, ഭക്ഷ്യമേഖല എന്ന് പറഞ്ഞിട്ട് ഏകപക്ഷീയ മേഖല ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ചെക്ക് പോസ്റ്റുകൾ തകർക്കുക എന്നുള്ള പേരിലൊരു സമരം നടത്തിയിരുന്നു. ആ സമരം നടത്തി അന്ന് ജോസഫ് തോമസ് ആയിരുന്നു കണ്ണൂർ SP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മാരാർജിയെ അറസ്റ്റ് ചെയ്തത്. ആ കേസിൽ ഇടയ്ക്കിടയ്ക്ക് ജാമ്യത്തിലല്ല കേസിന് വേണ്ടി വരുമ്പോഴാണ് അടിയന്തരാവസ്ഥയിൽ 2 വർഷക്കാലം ജയിലിൽ കിടക്കുന്ന സമയത്ത് 1 മാസം 2 മാസം കൂടുമ്പോൾ ഇറങ്ങുന്ന ജയിലിലേക്ക് വരുന്നതാണ് പരോളിൽ ഇറങ്ങുന്നതിന് സമമായിട്ട് വന്ന പ്രവർത്തകന്മാരെ കാണാനും ഒക്കെ ഒരു സന്ദർഭം കിട്ടിയിരുന്നു. പകരം വെക്കാൻ ഒരാൾ നേതാവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കുറവൊരു പരിധി വരെ പ്രസംഗത്തിലൊന്നും അത്ര മാരാർജി തമാശ പറയുന്നു. തമാശയുടെ ഒരു മാലപ്പടക്കം തന്നെ പൊട്ടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതി. അത് സ്വമേധയാ വരുന്നതാണ്. തമാശകൾ പറഞ്ഞ് പ്രവർത്തകന്മാർ തമാശ പറഞ്ഞത് ചിരിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. അദ്ദേഹം മട്ടന്നൂർ ഒരു യോഗത്തിൽ പ്രസംഗിച്ച ഒരു സന്ദർഭം ഓർമ്മിക്കുകയാണ്. പ്രസംഗിച്ച് ആൾക്കാർ കേൾക്കാൻ നിന്ന ആൾക്കാരുടെ ലാസ്റ്റ് ബസ് പോയി. ആ ലാസ്റ്റ് ബസ് പോയ ഒരാൾ അദ്ദേഹത്തിന് പേരാവൂർ ഭാഗത്താണ് പോകേണ്ടത്. പ്രസംഗം കേട്ട് നിന്നുപോയി. പ്രസംഗത്തിൻ്റെ ഇടയിൽ ലാസ്റ്റ് ബസ് മിസ്സായി ബസ് പോയി. എന്നിട്ട് അദ്ദേഹം മാരാർജിയോട് വന്നിട്ട് പ്രസംഗം കേട്ട് ബസ് പോയി, ഇനി അങ്ങോട്ട് പോകാൻ യാതൊരു വഴിയില്ല, എന്ത് ചെയ്യും എന്ന് മാരാർജി ഒരുമിച്ച് കൊണ്ട് താമസിപ്പിച്ചു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ തമാശകൾ കൊണ്ട് ഒരു പ്രസംഗം, തമാശകൾ അനുകരിക്കാൻ ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്. EP ജയരാജനൊക്കെ ഇടയ്ക്ക് മാരാർജിയുടെ തമാശകൾ കടമെടുത്ത് അനുകരിക്കാൻ വേണ്ടി നോക്കിയ സന്ദർഭങ്ങളുണ്ട്. അതൊന്നും ഇത്ര വിലപ്പോകുന്നില്ല. എങ്കിൽ പോലും അതൊക്കെ അനുകരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. മറ്റ് രാഷ്ട്രീയക്കാർ പോലും അദ്ദേഹത്തിൻ്റെ മുസ്ലിങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ കാത് കൂർപ്പിച്ച് നിൽക്കും. മലപ്പുറത്തൊക്കെ പൊതുയോഗം നടത്തിയ ജനസംഘത്തിൻ്റെ പൊതുയോഗം ആണെങ്കിൽ പോലും ആൾക്കാർ കേട്ട് രസിച്ച് നിൽക്കും എന്നുള്ളതാണ് അനുഭവം. അതുപോലെ തന്നെ എല്ലാ സ്ഥലവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ കണ്ണൂർ സ്റ്റൈല്, കണ്ണൂർ
ഭാഷ അത് പ്രയോഗിച്ചുകൊണ്ടുള്ള പ്രസംഗം അത് കേൾക്കാൻ അതീവ താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ജനങ്ങൾ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം പ്രശ്നക്കടവ് ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു, മലയാള അധ്യാപകനായിരുന്നു. മലയാളം കൊണ്ടിരിക്കുന്ന സമയത്ത് അത് രാജിവെച്ചിട്ടാണ് ജനസംഘത്തിൻ്റെ പ്രവർത്തനത്തിന് മുഴുവൻ സമയം ഇറങ്ങുന്നത്. രാജിവെക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു ഒരു 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 ഗതിയുമില്ലാത്ത ഒരവസ്ഥയിലാണ് ആ വീട്ടിലൊരു ഒരു അധ്യാപകൻ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നതിനെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം, അതിന് പുറമെ ഇദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം, അതുകൊണ്ടാണ് കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ ജോലി പോലും ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം. അദ്ദേഹം എനിക്ക് വേണ്ടി ചൂതപ്പള്ളി ഗോവിന്ദൻ പറഞ്ഞിട്ടൊരു മലപ്പുറത്തുകാരൻ, ഒരു എൻ്റെ സമപ്രായക്കാരനായ ഒരു ചങ്ങാതി, ജനസംഘത്തിന് മുഴുവൻ സമയ പ്രവർത്തകനാണ്. ഞങ്ങൾ രണ്ടുപേരെയും പഠിക്കുന്നതിന് വേണ്ടി മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ കറസ്പോണ്ടിങ് കോഴ്സിന് വേണ്ടി ചേർക്കാനൊരു ശ്രമം നടത്തി. ഞങ്ങൾ ഗോവിന്ദൻ ചേർന്നു, പക്ഷെ ഞാൻ അതിന് തുനിഞ്ഞില്ല എന്നുള്ളൊരു അപവാദം എനിക്കുണ്ടായി. പ്രഭാത ദിനപത്രമായിട്ട് കൊച്ചിയിൽ നിന്ന് ജന്മഭൂമി പ്രസിദ്ധീകരണം തുടർന്നതിനിടയിലാണ് 1993-94 ഘട്ടങ്ങളിലാണ് തോന്നുന്നു ജന്മഭൂമി സായാഹ്ന പത്രം തുടങ്ങിയത്. സായാഹ്ന പത്രം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രഭാത പത്രത്തിൻ്റെ എല്ലാ കെട്ടും മറ്റും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സായാഹ്ന പത്രം, സമ്പൂർണ്ണ സായാഹ്ന പത്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജന്മഭൂമി ഇറങ്ങിയിട്ടുള്ളത്. പല പത്രലേഖകന്മാരും ആശ്രയിച്ചു കൊണ്ടിരുന്നത് അന്ന് കേരളകൗമുദിയുടെ ഫ്ലാഷ്, അതുപോലെ തന്നെ ജന്മഭൂമി സായാഹ്ന പത്രം, ഇതിന് രണ്ടിനെയും ആയിരുന്നു. അതിൽ എന്തുകൊണ്ടും മികച്ച വാർത്താ അവതരണം തന്നെയാണ് ജന്മഭൂമി സായാഹ്ന പത്രവും നടത്തിയിട്ടുള്ളത്. അതിലിടക്കാണ് ശിവഗിരിയുടെ ഒരു സംഭവം നടക്കുന്നത്. ശിവഗിരി മദനിയുടെ ആൾക്കാർ കയറി ആധിപത്യം സ്ഥാപിച്ച് അത് കൈയടക്കി. അവിടെ പോലീസ് നടപടി ഉണ്ടായി. പോലീസ് നടപടിക്കെതിരായിട്ട് ശിവഗിരി ആക്ഷൻ കൗൺസിൽ, കെ ബാഹുലയൻ കൺവീനറായിട്ടുള്ളൊരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി. ആ ആക്ഷൻ കൗൺസിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ജാഥ നടത്തിയിരുന്നു. ആ ജാഥയിൽ ഉടനീളം നടത്തിയിട്ടുള്ളത് കോടതിക്കെതിരായിട്ടുള്ളൊരു പ്രചരണമായിരുന്നു. സവർണ ജഡ്ജിമാർ ആണ് കോടതിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ശിവഗിരിയോട് അവഹേളന കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വലിയ പ്രചരണം തന്നെ നടത്തിയിരുന്നു. അതിൻ്റെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ നടക്കുകയുണ്ടായി. കിഴക്കേക്കോട്ടയിൽ നടന്ന സമയത്ത് ഞാൻ ആ കിഴക്കേക്കോട്ടയിലെ പ്രസംഗം കേൾക്കാൻ വേണ്ടിപ്പോയി. ശിവഗിരി ആക്ഷൻ കൗൺസിൽ എന്നുള്ള പേരിൽ ബാഹുലയൻ നടത്തിയ പ്രസംഗം അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രസംഗമായിരുന്നു. ബാഹുലയൻ ഇപ്പോൾ BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമാണ്. ബാഹുലയൻ നടത്തിയ പ്രസംഗത്തിൽ ശിവഗിരി നടപടിയിൽ ശിവഗിരിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്ക് ഭരണം കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. ആ വിധിയാണ് സവർണ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള
ജഡ്ജിയുടെ പേര് ഞാനിപ്പം ഓർമ്മിക്കുന്നില്ല. കോടതിയിൽ നിന്നുണ്ടായത് എന്നുള്ള രീതിയിലാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം മുഴുവനായും തന്നെ ജന്മഭൂമിയുടെ അന്നത്തെ സായാഹ്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. ജന്മഭൂമി സായാഹ്ന പത്രം പ്രസിദ്ധീകരിച്ച ആ വാർത്ത അത് കോടതിക്കെതിരായിട്ടുള്ള അധിക്ഷേപം ആണെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത സമയത്ത് അത് ഞാൻ അതിൽ ഒരു പ്രതിയാണ്. കുമ്മനത്തിൽ പ്രതിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുമ്മനം PP മുകുന്ദൻ അതിൽ പ്രതിയാണ്. അതിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതി KT തോമസ് അന്ന് ആ ബെഞ്ചിലെ മെമ്പറാണ്. KT തോമസ് സുപ്രീം കോടതി ജഡ്ജിയെ ബാഹുലേനെ 3 മാസം ശിക്ഷിച്ചു. ബാഹുലേനെ അല്ല, ഞാനും അതുപോലെ തന്നെ ജന്മഭൂമി അതിൻ്റെ അകത്ത് മാപ്പ് സാക്ഷിയായി. ജന്മഭൂമി ഈ തെറ്റുപറ്റി ആണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ്, പിന്നെ അറിയാതെ പറ്റിയതാണ് എന്ന് പറഞ്ഞാൽ മതി എന്നായിരുന്നു വക്കീലിൻ്റെ ഉപദേശം. വക്കീൽ പറയും പോലെ പറഞ്ഞാൽ മതി എന്ന് മോഹൻദേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിത് ആലോചിച്ച സമയത്ത് എനിക്കൊരു സംശയം. വക്കീൽ പറഞ്ഞതുപോലെ അറിയാതെ എഴുതിയതാണെന്ന് പറഞ്ഞാൽ എന്നാൽ നീ പണി നിർത്തിയിട്ട് പോകുന്നത് നല്ലതെന്ന് കോടതി പറയും എന്നെനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. എന്താ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് പറയാൻ? വക്കീൽ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്ത് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇത് 1 മാസമായി ഇയാളിത് പ്രസംഗിച്ച് വരികയാണ്. ഒരാളും ഇന്നേ വരെ അത് നോട്ട് ചെയ്തിട്ടില്ല. ഒരു കോടതിയും ഇത് കേസെടുത്തിട്ടില്ല. ഇത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഞാൻ ചെയ്തതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ അത് പറഞ്ഞു. കോടതിക്ക് അത് ബോധ്യമായി. അങ്ങനെയാണ് ഞങ്ങളെ മാപ്പ് സാക്ഷിയാക്കിയിട്ട് വിചാരണ അവിടെ നിർത്തുകയാണ്. വിചാരണ നിർത്തി ഇയാളെ 3 മാസത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തു. അപകീർത്തി കേസിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി ഈ ബാഹുലേനെ 3 മാസത്തേക്ക് ശിക്ഷിച്ചുകൊണ്ട് കോടതി വിധിയും. ബാഹുലേൻ എന്നിട്ട് സുപ്രീം കോടതിയിൽ പോയി. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയും ആ ശിക്ഷ തന്നെ ശരിവെച്ചു. 3 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതൊരു വലിയ കോടതിയുടെ പരാമർശം വലിയ സംഭവമായിരുന്നു. 1997 തുടങ്ങി 97 തോന്നുന്നു ആ വിധി ഉണ്ടായത്. അതോടുകൂടി ജന്മഭൂമി സായാഹ്ന പത്രം അവസാനിച്ച് പിന്നെ ജന്മഭൂമിയുടെ വളർച്ചയുടെ ഒരു ഘട്ടമാണ്. ജന്മഭൂമിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാനേജിങ് ഡയറക്ടർ M രാധാകൃഷ്ണൻ MD ആയതിനു ശേഷമാണ് ജന്മഭൂമിയുടെ എഡിഷൻ, പുതിയ എഡിഷൻ. അത് PP മുകുന്ദൻ്റെ കാലത്ത് തന്നെ തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ വിപുലമായത് M രാധാകൃഷ്ണൻ MD ആയതിനു ശേഷമാണ്. ഇപ്പോൾ 9 എഡിഷൻ ഉണ്ട്. കർണാടകത്തിൽ ബാംഗ്ലൂരുണ്ട്, കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ 9 എഡിഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് മറ്റ് ഭാഷാ പത്രങ്ങളൊക്കെ, മലയാള മാത്രമല്ല ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തെ രണ്ടായി വിഭജിച്ച് കൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ജന്മഭൂമി നേരിട്ട് തന്നെ ഒരു 3ാം ചേരി എന്നുള്ള രീതിയിൽ തന്നെ 2 കൂട്ടരുടെയും ചെയ്തികളെ തുറന്നു ചേർത്തുകൊണ്ടുള്ളൊരു പത്രപ്രവർത്തനം നടത്താൻ ജന്മഭൂമിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. ജന്മഭൂമിയുടെ വാർത്തകൾ പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായി നിർഭയമായി പത്രപ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ജന്മഭൂമിയുടെ പ്രത്യേകത.
ജന്മഭൂമിയുടെ ഒരു മറുപുറം എന്നൊരു പങ്ക്തി തന്നെയുണ്ട്. അതൊരു ബുക്കായി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. കെ ജി മാരാർ കുറിച്ചുള്ള 2 പുസ്തകം, അടൽജിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം, അതുപോലെ തന്നെ മറുപുറം എന്നുള്ളത് എല്ലാ ശനിയാഴ്ചയും പ്രസിദ്ധീകരിക്കുന്ന ഒരു ലേഖന പരമ്പര. അത് ജന്മഭൂമിയുടെ ഒരു പ്രത്യേകതയാണ്. അത് ഈ ജന്മഭൂമിയുടെ സ്റ്റൈല് എന്ന് പറഞ്ഞാൽ കെ ജി മാരാരുടെ സ്റ്റൈൽ പോലെ തന്നെ നർമ്മം കലർത്തിക്കൊണ്ടുള്ള ലേഖന ശൈലി അവലംബിക്കുന്ന ഒരു രീതിയാണ് ഞാനും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അത് പത്രപ്രവർത്തന രംഗത്തൊരു പുതിയൊരു സംസ്കാരം തന്നെ അത് വളർത്തിയെടുത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. 20 വർഷമായി ജന്മഭൂമിയുടെ ഈ മറുപുറം എന്നുള്ള കോളം മുടക്കമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുടക്കമില്ലാതെ വെച്ചപ്പോൾ ഇപ്പോൾ ഒരു മാസത്തോളമായി ഇപ്പം എഴുത്തിൻ്റെ കാര്യത്തിൽ അല്പം പിറകോട്ടാണ്. അസുഖത്തിൻ്റെതായിട്ടുള്ള ഒരു ശല്യം കാരണം ഈ ഓർമ്മശക്തിയിൽ ചെറിയൊരു വശമുണ്ട്, സംസാരത്തിൽ ചെറിയൊരു വൈകല്യം തോന്നാം. അതൊക്കെ ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ തന്നെ പിറകോട്ടടിക്കുന്നതിൽ ഒരു പ്രേരകമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ എഴുത്തിനെ കുറിച്ചിട്ട് പൊതുവെ എല്ലാവർക്കും എൻ്റെ ശൈലിയെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും പ്രേരണയും ഒക്കെ വായനക്കാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രചോദനം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വെപ്പ്. അച്ചടി മാധ്യമത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒന്നാമത് സോഷ്യൽ മീഡിയ, അതിൻ്റെ എല്ലാ ആൾക്കാരും, പത്രപ്രവർത്തകരും അതുപോലെ തന്നെ വാർത്ത പങ്കുവെക്കുന്ന കാര്യത്തിലൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ അച്ചടി മാധ്യമങ്ങളുടെ ഒരു പ്രാധാന്യം കുറയുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്ക് ബലമായും ഉണ്ട്. വാർത്ത അറിയാനും വാർത്ത അറിയിക്കാനും ഉള്ളൊരു ഉപാധി എന്നുള്ള നിലക്കാണ് അച്ചടി മാധ്യമങ്ങൾ നമ്മൾ കാണുന്നത്. അത് അറിയാനും അറിയിക്കാനുള്ള മാർഗം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ ഒരുപാട് പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും യുവതലമുറ സോഷ്യൽ മീഡിയയെ ഒരുപാട് ആശ്രയിക്കുകയും ഒരുപാട് അതിനെ അവലംബിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടം ആണിത്. പറയുന്നതിനേക്കാളും കൂടുതൽ കേൾക്കുകയും കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ദൃശ്യമാധ്യമങ്ങളും എല്ലാം ദൃശ്യമാധ്യമങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈനൊക്കെ ദൃശ്യമാധ്യമങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏഷ്യാനെറ്റ് പോലുള്ള അല്പം ചില മാധ്യമങ്ങളെ തുടക്കത്തിലുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇപ്പം മാധ്യമങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയന്ത്രണവും നിയമം ഒക്കെ കർശനമായി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം ആണ് അങ്ങനെ ഒരു കടന്നുകയറ്റം ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ നല്ല രീതിയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ ഈ രംഗത്ത് ഉണ്ടാവും ആയിരുന്നു. ഫേക്ക് ന്യൂസ് ഒരുപാട് ഉണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഫേക്ക് ന്യൂസിൻ്റെത്, അതുപോലെ തന്നെ ഈ തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പൊക്കെ ഇതിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട്. അതൊക്കെ നിയന്ത്രിക്കാൻ ശക്തമായ നിയന്ത്രണങ്ങളും ശക്തമായ നിയമങ്ങളും ശക്തമായ നടപടിക്രമങ്ങളും ഉണ്ടായാൽ മാത്രമേ അതൊക്കെ
സാധിക്കും. അച്ചടി മാധ്യമങ്ങൾ ഉള്ള സമയത്തൊന്നും അങ്ങനെ ആ രീതിയിലുള്ളൊരു തട്ടിപ്പ് നടന്നുകൊണ്ടിരുന്നില്ല. ഇപ്പോഴത് കാലം മാറിയതിനനുസരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള വ്യാപ്തിയും വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ മൂത്ത മകള് പ്രകുല എന്നാണ് പേര്. പ്രകുല എന്നുള്ള പേര് തന്നെ പലർക്കും കൗതുകം ഉളവാക്കുന്നതാണ്. പ്രകുല എന്നുള്ളത് പേര് വന്നത് എൻ്റെ ഭാര്യയുടെ പേര് പ്രേമജ എന്നാണ്. പ്രേമജ എന്നുള്ള പ്രായും കുഞ്ഞിക്കണം എന്നുള്ള കൂവും ചേർത്തിട്ടാണ് പ്രകുല വന്നത്. അങ്ങനെയാണ് പ്രകുല എന്നുള്ള പേര് വന്നത്. രണ്ടാമത്തെ മകള് മഞ്ഞില എന്നാണ്. പ്രേമജ എന്നുള്ള ഇതിലെ മായും കുഞ്ഞിക്കണ്ണൻ എന്നുള്ളതിലെ ഇഞ്ഞയും ചേർന്നിട്ടാണ് മഞ്ഞില എന്ന് വന്നത്. അതാണ് പ്രകുല മഞ്ഞില എന്നുള്ള 2 പേര് വരാൻ കാരണം. മൂത്ത മകള് ജേർണലിസ്റ്റാണ്. അവള് ഏഷ്യാനെറ്റിൽ ആണ്. ഏഷ്യാനെറ്റിൽ ന്യൂസ് റീഡറായിരുന്നു. ഇപ്പോൾ ഡെസ്കിലാണ്. അവളുടെ ഭർത്താവ് രതീഷ് അനിരുദ്ധൻ മാതൃഭൂമിയുടെ ജേർണലിസ്റ്റാണ്. വാർത്ത വായിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് രതീഷ്. അവർക്ക് 2 പേർക്കും 2 മക്കളാണുള്ളത്. മൂത്ത മകള് ഗൗതമി കേന്ദ്രീയ വിദ്യാലയത്തിൽ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകള് ബാലാമണി എന്നാണ് അവരുടെ പേര്. അവള് ഭാരതീയ വിദ്യാഭവനിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കണ്ണൂരിലാണ് എല്ലാം ഉള്ളത്. കണ്ണൂരിൽ എനിക്ക് 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അത് രണ്ടും മരിച്ചു. ചേട്ടനൊരു മകനുണ്ട്. ആ മകൻ ഗൾഫിലും നാട്ടിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നു. ആർട്ടിസ്റ്റാണ്. പിന്നെ എനിക്കുള്ളത് 5 സിസ്റ്റേഴ്സാണ്. അവർ എല്ലാവരും ഇപ്പം ജീവിച്ചിട്ടുമുണ്ട്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് അടുത്തടുത്ത് തന്നെ വീടൊക്കെ അടുത്തടുത്താണ്. എനിക്ക് കണ്ണൂർ ഉള്ള സ്ഥലങ്ങളൊന്നും വിറ്റിട്ടൊന്നുമില്ല. ഒക്കെ ഇപ്പോഴും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എത്ര കാലം ഇനി അത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. 5-6 സർവേ നമ്പറിൽ തണ്ടപ്പേരിൽ സ്ഥലമുണ്ട്. ഇരിക്കൂറുണ്ട്, കണ്ണൂർ ടൗണിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരക്കാരനായി മാറി. പക്ഷേ കുടുംബമൊക്കെ ഇപ്പോഴും കണ്ണൂരിലുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ ഇപ്പോഴും ഉണ്ട്. ഞാനവിടെ കണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണൂർ യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു 2 തവണ. കണ്ണൂർ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയായി. പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ പോലെയല്ല. അവിടെ പ്രസ് ക്ലബ്ബ് യൂണിയൻ്റെ കീഴിലാണ്. പ്രസ് ക്ലബ്ബ് യൂണിയൻ്റെ സെക്രട്ടറിയായി 2 തവണ. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് തിരുവനന്തപുരത്ത് യൂണിയൻ്റെ പ്രസിഡൻ്റായി 2 തവണ. കേസരി ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാനായി 2 തവണ. അതും 2 തവണ തന്നെയായി.